Hi friends, welcome to Sagis kitchen. ഇന്ന് നമുക്ക് ചിക്കൻ സോസേജ് ഫ്രൈ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണമെന്ന് കാണാം. ചിക്കൻ സോസേജ് ഫ്രൈ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ചിക്കൻ സോസേജ് എടുത്തിട്ടുണ്ട്. അത് ഫ്രീസറിലായിരുന്നു. അപ്പോൾ ഞാൻ മോർണിംഗ് അത് എടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഈ സോസേജ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എല്ലാം വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതൊരു 4 പീസാണ് ആക്കണത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടായി കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് എങ്ങനെ വേണമെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യാണ്ട് തന്നെ ഫ്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഇതൊരു 4 പീസായിട്ട് കട്ട് ചെയ്തേക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് നല്ലോണം ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പൊ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ്, അപ്പൊ കുറച്ച് ഓയിൽ മതി. മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോസേജ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് മറിച്ചിട്ടിട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് കുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. സോസേജിന്റെ കുക്കിംഗ് ടൈം ഒരു 25 to 30 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അത് ഓരോ ഭാഗം ആവുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ സോസേജ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.